Good morning. നമ്മൾ ഇന്ന് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. തേർഡ് സെഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കി, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ജേണൽ എൻട്രീസ് ഒക്കെ നോക്കി അല്ലേ. അതിന് ബേസ് ചെയ്തുള്ള ഇല്ലസ്ട്രേഷൻ ആണെന്ന്. അതിൽ ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ, ഓൺ 1st April 2013 Metal Products Limited issued debentures for rupees 1 lakh redeemable at par at the end of 5 years, and it was resolved that a sinking fund should be formed and invested in tax-free securities. 2013 April 1st മെറ്റൽ പ്രൊഡക്ട്സ് തറുവയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. 1 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അത് റിഡീം ചെയ്യേണ്ട 5 വർഷത്തിന് ശേഷമാണ്, പാറിലാണ് റിഡീം ചെയ്യേണ്ടത്. കമ്പനി റിസോൾവ് ചെയ്തു ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേറ്റ് ചെയ്ത എമൗണ്ട് ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിൽ എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യണം. Give journal entries for 5 years, assuming that the interest received on the investments was at the rate of 5% on cost. ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞേക്കുന്നത്? 5% ഓൺ കോസ്റ്റ്. കോസ്റ്റിൻ്റെ 5% ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും ഇൻവെസ്റ്റ്മെൻറ്റിന്. ആൻഡ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് വാസ് റിസീവ്ഡ് ഇയർലി ആൻഡ് ഇമീഡിയറ്റ്ലി ഇൻവെസ്റ്റഡ്. ഇൻട്രസ്റ്റ് ആനുവലി ആണ് റിസീവ് ചെയ്യുന്നത്. മാത്രമല്ല ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് were realized at a loss of ₹300 at the end of 5 years. 5ാമത്തെ വർഷം സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തു. പക്ഷേ ₹300 നഷ്ടത്തിലാണ് ഡിസ്പോസ് ചെയ്തത്. റെഫറൻസ് ടു സിങ്കിങ് ഫണ്ട് ടേബിൾ ഷോസ് ദാറ്റ് ₹0.180975 invested at the end of year at 5% compound interest will produce ₹1 at the end of 5 years. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സിങ്കിങ് ഫണ്ട് ടേബിൾ തന്നിട്ടുണ്ടാവും. സിങ്കിങ് ഫണ്ട് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ₹1 ഏൺ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആ സിങ്കിങ് ഫണ്ട് ടേബിളിൽ പറയുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്ന ആദ്യത്തെ വർഷം ₹0.18, അതായത് 18 പൈസ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 5% ഇൻട്രസ്റ്റ് റേറ്റിൽ ₹1 കിട്ടും. അതായത് 18 പൈസ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 5ാമത്തെ വർഷം ₹1 ആവും. അത് കോമ്പൗണ്ട് ചെയ്ത് ₹1 ആവും. ഇനി അപ്പോൾ നമ്മൾക്ക് എത്രയാണ്? ₹1,00,000 കിട്ടണം. ₹1,00,000 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയണം ആദ്യത്തെ വർഷം. അതായത് ₹1 18 പൈസ ആണെങ്കിൽ ₹1,00,000 ആദ്യത്തെ വർഷം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് അറിയാൻ എന്ത് ചെയ്യണം? 1 lakh into 0.18 പൈസ അല്ലേ, അതായത് 0.180975. അപ്പോൾ ആദ്യത്തെ വർഷം ₹1,00,000 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അപ്പോൾ ₹1,00,000 തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് സിങ്കിങ് ഫണ്ട് ടേബിളിൽ ₹1 18 പൈസ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ₹1,00,000 കണ്ടുപിടിക്കാൻ 1 lakh into 0.180975 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു എമൗണ്ട് കിട്ടും, 18,098. ഇതാണ് ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ₹1,00,000 വേണ്ടി റിഡീം ചെയ്യാൻ വേണ്ടി ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്. അതായത് സിങ്കിങ് ഫണ്ടിലേക്ക് സർപ്ലസിൽ നിന്ന് വകമാറ്റേണ്ട എമൗണ്ട്. ഇതുപോലെ ഓരോ വർഷവും ₹18,098 എന്ത് ചെയ്യണം? സർപ്ലസിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് 5% ഇൻട്രസ്റ്റും കൂടി കിട്ടുമ്പോൾ 5ാമത്തെ വർഷം നമുക്ക് ₹1,00,000 റിഡീം ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി 1st April 2013 എന്താ പറഞ്ഞേക്കുന്നത്? 1 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1 lakh rupeesന്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ബാങ്കിൽ എമൗണ്ട് വന്നു, ഡിബഞ്ചറിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി March 31st 2014, അതായത് 13-14 ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ April 1, 2013 സ്റ്റാർട്ട് ചെയ്തു, 2014 March 31st എൻഡ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്? സർപ്ലസിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്രയാണ് ഓരോ വർഷവും ഇയർ മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെറ്റപ്പ് ആർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 18,098. അപ്പോൾ നമ്മൾ സർപ്ലസിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി
March 31st, 2014, surplus account debtor to sinking fund account 18,098. അപ്പോൾ സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് നമ്മൾ 18,098 ട്രാൻസ്ഫർ ചെയ്തു. ഇനി ആദ്യത്തെ വർഷം ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം പോരാ, അത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ March 31st സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ ഈ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ ജേണൽ എൻട്രി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് ചെയ്തു. അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് അല്ലേ. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 18,100. ഇവിടെ 18,100 എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഇൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് 100 ആയിരിക്കും. 100ൻ്റെ മൾട്ടിപ്പിൾസിലായിരിക്കുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വക മാറ്റിയിരിക്കുന്ന 18,098 ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 100ൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ 18,098ൻ്റെ നിയറസ്റ്റ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,100 ആണ്. അപ്പോൾ നമ്മൾ 18,100 റുപ്പീസ് എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തു? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ എൻട്രിയാണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി അടുത്ത വർഷം മാർച്ച്, ഇടയിൽ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. അടുത്ത വർഷം March 31st എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. അതായത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ 18,100 ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ, അതിന് നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഓൺ കോസ്റ്റ് 5% ആണ്. അപ്പോൾ അതിൻ്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 18,100ൻ്റെ 5%, അതായത് 905. ഇനി നമ്മൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ഇൻട്രസ്റ്റും അപ്പോൾ തന്നെ എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ നമ്മൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മൾ അപ്പോൾ തന്നെ സെയിം ഡേറ്റിൽ തന്നെ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് 905. അതായത് കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്ത 18,100ൻ്റെ ഇൻട്രസ്റ്റ് ആദ്യം ബാങ്കിൽ റിസീവ് ചെയ്തു, അത് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി March 31st നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സർപ്ലസിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എമൗണ്ട് 18,098. അതിൻ്റെ ജേണൽ എൻട്രി സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 18,098. ഇത് റിഡീം ചെയ്യുന്ന വർഷം വരെ ഈ ഒരു ജേണൽ എൻട്രി, ഇത്രയും ജേണൽ എൻട്രീസ് റിപ്പീറ്റ് ചെയ്യും. അതായത് എന്തൊക്കെയാണ്? സർപ്ലസിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന, പിന്നെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ March 31st എന്ത് ചെയ്തു? സർപ്ലസിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ ആദ്യത്തെ വർഷത്തെ പോലെ തന്നെ സർപ്ലസിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പക്ഷേ ഇവിടെ ഈ ഒരു 18,098 അല്ലെങ്കിൽ 18,100 മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ, എന്തും കൂടി ചെയ്യണം? ഈ 18,098ൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കിട്ടിയ 905 കൂടി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,098 പ്ലസ് 905. അപ്പോൾ 13 എന്തോ കിട്ടും, 3 എന്തോ കിട്ടും. പക്ഷേ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100 ആയിരിക്കണം. അപ്പോൾ നമ്മൾ 19,000 ഇൻവെസ്റ്റ് ചെയ്തു. മൾട്ടിപ്പിൾസ് ഓഫ് 100ലായിരിക്കണം എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ നിയറസ്റ്റ് 100 ഏതാണോ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ 19,000 ആണ് വന്നത്. അപ്പോൾ 19,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. 19,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് പ്ലസ് കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ്. ഇനി വീണ്ടും അടുത്ത വർഷം 2016 നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത 19,000ഉം കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്ത 18,100, അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടലിൻ്റെ 5%, അതായത് 1,855. ആ ഇൻട്രസ്റ്റ് നമ്മൾ അപ്പോൾ തന്നെ എങ്ങോട്ട് മാറ്റണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ലേ. അതിൻ്റെ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് 1,855. ഇനി ഈ വർഷവും എന്ത് ചെയ്യണം? സർപ്ലസിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 18,098. ഇനി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് എന്തൊക്കെ ചെയ്യണം? ഈ വർഷം ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് പ്ലസ് നമുക്ക് ഈ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് പോർഷൻ
ഇത് രണ്ടും കൂടി ചേർത്തായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എൻട്രി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നിയറസ്റ്റ് മൾട്ടിപ്പിൾ 100ന്റെ മൾട്ടിപ്പിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 20,000 വന്നു. 20,000 നമ്മൾ ബാങ്കിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി അടുത്ത വർഷം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു. 2017 ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത 18,100, രണ്ടാമത്തെ വർഷത്തെ 19,000, മൂന്നാമത്തെ വർഷത്തെ 20,000. അതിൻ്റെ 5%, അതായത് 2,855. ഇനി നമ്മൾ ഇൻട്രസ്റ്റും സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് 2,855. ആ വർഷവും സർപ്ലസിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി. സർപ്ലസ് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 18,098. വീണ്ടും ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ മാറ്റി. അതെന്തൊക്കെയാണ്? ആ വർഷം സർപ്ലസിൽ നിന്ന് മാറ്റിയതും അത്രയും ഈ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് അക്കൗണ്ട് 21,000. മൾട്ടിപ്പിൾസ് ഓഫ് 100ലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി 2018 അത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 18,100 പ്ലസ് 19,000 പ്ലസ് 20,000 പ്ലസ് 21,000 78,100ന്റെ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 5%, 3,905. അത് നമ്മൾ എന്ത് ചെയ്തു? സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് 3,905. ഇനി ഈ വർഷം ലാസ്റ്റ് ഇയർ വീണ്ടും എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? നമ്മൾ സർപ്ലസിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതി. സർപ്ലസ് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എമൗണ്ട് 18,098. ഈ വർഷം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ വർഷം റിഡീം ചെയ്യാൻ പോവുകയാണ്. റിഡീം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എല്ലാം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം സെല്ല് ചെയ്യണം, അത് റിയലൈസ് ചെയ്യണം. അപ്പം നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്തത്? 18,100 ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു, പിന്നീട് 19,000, പിന്നീട് 20,000, പിന്നീട് 21,000, അങ്ങനെ 78,100 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റിയലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം, സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 300 രൂപ നഷ്ടത്തിനാണ് നമ്മൾ സെല്ല് ചെയ്തത്. അതായത് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും കാലം 78,100 ഉണ്ട്. അതിൽ നിന്ന് 300 രൂപ കുറയ്ക്കണം, നഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ കയ്യിൽ എത്ര കിട്ടുള്ളൂ? ബാങ്കിൽ 78,100 മൈനസ് 300, അതായത് 77,800. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റു, ബാങ്കിൽ നമ്മൾക്ക് റിയലൈസ് ചെയ്ത എമൗണ്ട് വന്നു. ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 77,800. 77,800 എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് 300 രൂപ ലോസ്, അത് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടിയത് അല്ലേ? 77,800. ഇനി ലോസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ലോസ് വരുമ്പോൾ എൻട്രി സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. എത്രയാ ലോസ്? 300. സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആയിരുന്നുവെങ്കിൽ നേരെ തിരിച്ചുള്ള എൻട്രി ആവും. ഇവിടെ പ്രോഫിറ്റ് ആയിരുന്നുവെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡാറ്റ ടു സിങ്കിങ് ഫണ്ട് എന്നാവും. ഇവിടെ ലോസ് ആണ്, അതുകൊണ്ട് സിങ്കിങ് ഫണ്ടിന് ഡെബിറ്റ് ചെയ്തു, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഡിബഞ്ചർ എന്ത് ചെയ്യണം? നമ്മൾക്ക് റിഡീം ചെയ്യണം അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 2 എൻട്രി ആയിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റ എൻട്രി ഇടാം. ഇവിടെ ഒറ്റ എൻട്രിയാണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക്. 2 എൻട്രി ആയിട്ട് ഇടുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡാറ്റ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക്. ഇവിടെ ഒറ്റ എൻട്രി ആയിട്ടേക്കുന്നു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാണ് വാല്യൂ തിരിച്ചു കൊടുക്കേണ്ടത്? അറ്റ് പാറിലാണ് 1 lakh rupees. ഇനി സിങ്കിങ് ഫണ്ടിൽ ബാലൻസ് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങളിവിടെ ആദ്യം മുതൽ സിങ്കിങ് ഫണ്ടിൽ എത്ര ക്രെഡിറ്റ് വന്നു നോക്കുക. ടോട്ടൽ ക്രെഡിറ്റ്, ഓരോ ക്രെഡിറ്റ് സിങ്കിങ് ഫണ്ടും എടുത്ത് ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് ഡെബിറ്റ് സിങ്കിങ് ഫണ്ട് എന്തെങ്കിലും ഉണ്ട്, ഡെബിറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇവിടെ ഡെബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോസ് മാത്രമേ ഉള്ളൂ 300. അപ്പോൾ ടോട്ടൽ മൈനസ് 300 കിട്ടുമ്പോൾ സിങ്കിങ് ഫണ്ടിലെ ബാലൻസ് കിട്ടും, അതായത് 99,710. അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡാറ്റ ടു ജനറൽ റിസർവ് അക്കൗണ്ട് 99,710. ഇതാണ് ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ. നിങ്ങൾക്കപ്പോൾ സിങ്കിങ് ഫണ്ട് ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും? സിങ്കിങ് ഫണ്ട് ടേബിൾ തരും, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ സിങ്കിങ് ഫണ്ട് ടേബിളിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ ഇത്ര വർഷത്തിന് ശേഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വർഷം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം,
ഇപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ 1 രൂപ കിട്ടാൻ 5 വർഷത്തിന് ശേഷം 1 രൂപ കിട്ടാൻ ആദ്യത്തെ വർഷം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? 18 പൈസ അല്ലേ? അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾക്ക് അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് പോവാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 4. പ്രീമിയം കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 34,481 debentures, 6% debentures of ₹100 each on 1st April 2014. 1st April 2014 പ്രീമിയം കമ്പനി 34,481 6% debentures ഇഷ്യൂ ചെയ്തു. ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹100 ആണ്. These are paid at the end of 4 years. 4 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്തു. A sinking fund account is to be opened in the books of company and every year on 31st March a fixed amount is to be transferred to this account. എല്ലാ വർഷവും 31st മാർച്ചിന് സിങ്കിങ് ഫണ്ടിലേക്ക് ഒരു നിശ്ചിത തുക മാറ്റണം. ഇനി ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ഓൺ 31st March 2015 അറ്റ് 5% per annum കോമ്പൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്താ നടത്തുന്നത്? 31st March 2015 ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് 5% ആണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1 രൂപയ്ക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് 1 രൂപ കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ വർഷവും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? 5% പലിശ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യത്തെ വർഷം 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ വർഷം, അതായത് റിഡീം ചെയ്യേണ്ട വർഷം എത്ര കിട്ടും എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 1 രൂപ, ഇവിടെ 5% പലിശ. 1 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം എത്ര കിട്ടും? 5% പലിശയ്ക്ക് 5 പൈസ കിട്ടും അല്ലേ? 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം 5 പൈസ പലിശയായിട്ട് കിട്ടും. 1 × 5% അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 1 രൂപ 5 പൈസ ഉണ്ടാവും. 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തതും പലിശ കിട്ടിയതും കൂടി 5 പൈസ ഉണ്ടാവും. അപ്പോൾ 1 രൂപ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ വർഷം എത്ര ഉണ്ടാവും? ആദ്യത്തെ വർഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ വർഷം നിങ്ങൾക്ക് 1 രൂപ 5 പൈസ കിട്ടും. 3ാമത്തെ വർഷം 1 രൂപ 5 പൈസ കിട്ടും. 4ാമത്തെ വർഷം 1 രൂപ 5 പൈസ കിട്ടും. പിന്നെ ഏറ്റവും അവസാനത്തെ വർഷം 1 രൂപ കിട്ടുള്ളൂ അല്ലേ? നമ്മൾ 4ാമത്തെ വർഷം റിഡീം ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ടോട്ടൽ എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടി 1 × 1.05 × 1.05 × 1.05. ഈ 1.05 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 1 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ സമയത്ത് എത്ര രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവും? 1 × 5%, അതായത് 5 പൈസ. 5 പൈസ ഇൻട്രസ്റ്റും കിട്ടും. നിങ്ങൾ കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് 1 രൂപയും കിട്ടും. അപ്പോൾ 1 രൂപ 5 പൈസ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ വർഷം 1 രൂപ 5 പൈസ ഉണ്ടാവും. 3ാമത്തെ വർഷം 1 രൂപ 5 പൈസ ഉണ്ടാവും. 2ാമത്തെ വർഷം ഉണ്ടാവും. ആദ്യത്തെ വർഷം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? 1 രൂപ തന്നെ അല്ലേ? 1 രൂപ നിങ്ങൾ ഏറ്റവും അവസാനം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടില്ല. അതുപോലെ 2ാമത്തെ വർഷം അതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.157625. അതായത് 1 രൂപ ഫസ്റ്റ് ഇയർ 1ൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4th ഇയർ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 1.17625 റുപ്പീസ് ഉണ്ടാവും. ഇനി 1 രൂപ 2ാമത്തെ വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? 3ാമത്തെ വർഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? 2ാമത്തെ വർഷം 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഇൻട്രസ്റ്റ് അടുത്ത വർഷം കിട്ടുള്ളൂ, അതായത് 3ാമത്തെ വർഷം കിട്ടുള്ളൂ. അപ്പോൾ 1 രൂപ 5 പൈസ കിട്ടി. ഇനി 4ാമത്തെ വർഷം വീണ്ടും 1 രൂപയുടെ പലിശ 1 രൂപ 5 പൈസ കിട്ടി അല്ലേ? ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ വർഷം കിട്ടും, 3ാമത്തെ വർഷം കിട്ടും, 4ാമത്തെ വർഷം കിട്ടും. 2ാമത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ വർഷം കിട്ടും, 4ാമത്തെ വർഷം കിട്ടും. അപ്പോൾ ഇവിടെ 1.1025 കിട്ടും. ഇനി 1 രൂപ 3ാമത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4ാമത്തെ വർഷവും കിട്ടും. 4ാമത്തെ വർഷം നിങ്ങൾക്ക് 1 രൂപ 5 പൈസ കിട്ടും. പിന്നെ 4ാമത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് 1 രൂപയും കിട്ടും. അപ്പോൾ 1.05 കിട്ടും അല്ലേ? ഇനി 4ാമത്തെ വർഷം 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ വർഷം നിങ്ങൾക്ക് റിഡീം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ റിഡീം ചെയ്യും, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ തിരിച്ചെടുക്കുക. അപ്പോൾ 1 രൂപ കിട്ടുള്ളൂ, പലിശ കിട്ടില്ല അല്ലേ? 4ാമത്തെ വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് പലിശ ഉണ്ടാവില്ല. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ കിട്ടും. അപ്പോൾ ടോട്ടൽ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം 1 രൂപ 15 പൈസ കിട്ടും. 2ാമത്തെ വർഷം 1 രൂപ 10 കിട്ടും. 3ാമത്തെ വർഷം 1 രൂപ 5 കിട്ടും. 4ാമത്തെ വർഷം 1 രൂപ കിട്ടും. അങ്ങനെ ടോട്ടൽ നിങ്ങൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷം കഴിയുമ്പോൾ 4 രൂപ 31 പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാണ് റിഡീം ചെയ്യേണ്ടത്? ടോട്ടൽ എമൗണ്ട് റിഡീം ചെയ്യേണ്ടത് 34,451 ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപ. 34,481 × 100. അപ്പോൾ റിഡീം ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34,48,100 ആണ്. അതായത്
34,481 debentures into face value 34,48,100. ഇനി ഓരോ വർഷവും നിങ്ങൾ ഈ 34,48,100 രൂപ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്ര നിങ്ങൾ വക മാറ്റണം, സർപ്ലസിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡീം ചെയ്യേണ്ട എമൗണ്ട് 34,48,100 ഡിവൈഡഡ് ബൈ 4.31, അതായത് നിങ്ങളുടെ ഇത്രയും സാധനത്തിൻ്റെ ടോട്ടൽ 1.15 പ്ലസ് 1.10 പ്ലസ് 1.05 പ്ലസ് 1, അതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം സർപ്ലസിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്ന് വക മാറ്റേണ്ട അല്ലെങ്കിൽ സെറ്റപ്പ് ഔട്ട് ചെയ്യേണ്ട ഫിഗർ കിട്ടും. അതായത് 34,48,100 റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ 8 lakh വെച്ച് സെറ്റപ്പ് ഔട്ട് ചെയ്യണം. ആ സെറ്റപ്പ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റും കൂടി കിട്ടി വരുമ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ വർഷം എത്ര കയ്യിലുണ്ടാവും? 34,48,100 ഉണ്ടാവും. ഇനി നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി. നിങ്ങളുടെ അടുത്ത് ഇവിടെ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അക്കൗണ്ടും ചെയ്യാം. എന്തൊക്കെ അക്കൗണ്ടാണ് വരിക? മെയിനായിട്ട് ഒന്ന് സിംഗിങ് ഫണ്ട് അക്കൗണ്ട് വരും, പിന്നെ 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരും, പിന്നെ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. നമുക്ക് ആദ്യം സിംഗിങ് ഫണ്ട് അക്കൗണ്ട് നോക്കാം. ആദ്യത്തെ വർഷം നമ്മൾ 8 lakh ആണ് സെറ്റപ്പ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ, സർപ്ലസിൽ നിന്ന്. അപ്പോൾ സർപ്ലസിൽ നിന്ന് സെറ്റപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? സർപ്ലസ് അക്കൗണ്ട് ആയിട്ട് സിംഗിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ ബൈ സർപ്ലസ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ 8 lakh ബൈ സർപ്ലസ് 8 lakh. ഇനി ആ വർഷം ആ പീരീഡിൽ വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ചെയ്തു അല്ലേ, ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇനി മാർച്ച് 31, 2015 ആയിരുന്നു അത്. അടുത്ത അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യണം April 1, 2015. അപ്പോൾ ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? ബ്രോഡ് ഫോർവേഡ് ചെയ്യണം അല്ലേ. ബ്രോഡ് ഫോർവേഡ് ചെയ്തു, അടുത്ത വർഷത്തിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തു. 2015 April 1 ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 8 lakh. ഈ 8 lakh rupees ആണ് ബ്രോഡ് ഡൗൺ ചെയ്തത്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 8 lakh. ഇനി ആ വർഷം എന്ത് കിട്ടും? ഈ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത 8 lakhന് 5% ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ബൈ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തു ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ആയിട്ട് സിംഗിങ് ഫണ്ട്. ആ എൻട്രിയാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആയിട്ട് സിംഗിങ് ഫണ്ട്. അപ്പോൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ ബൈ സിംഗിങ് ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. എത്രയാണ്? 8 lakhൻ്റെ 5%, 40,000. ഇനി ആ വർഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 8 lakh സർപ്ലസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബൈ സർപ്ലസ് 8 lakh. ബട്ട് സിംഗിങ് ഫണ്ടിൽ ഇപ്പോൾ ടോട്ടൽ എത്ര? 8 lakh പ്ലസ് 40,000 പ്ലസ് 8 lakh 16,40,000 ആയി. അത് എന്ത് ചെയ്യണം? ആ വർഷം അവസാനം ആ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ചെയ്യണം 16,40,000. അത് അടുത്ത വർഷം എന്ത് ചെയ്യണം? അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ഓൺ April 1, 2016 16,40,000. ഇനി ഈ വർഷം ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുക? കഴിഞ്ഞ വർഷം നമ്മൾ 16,40,000 സിംഗിങ് ഫണ്ടിലുണ്ട്. ആ സിംഗിങ് ഫണ്ടിലുള്ള എമൗണ്ടിന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് 16,40,000ൻ്റെ 5%. അത് ബൈ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 82,000, 16,40,000ൻ്റെ 5%. ഇനി ആ വർഷം വീണ്ടും 8 lakh നമ്മൾ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബൈ സർപ്ലസ് അക്കൗണ്ട് 8 lakh. ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ 25,22,000. അത് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു ലാസ്റ്റ് ഇയർ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 25,22,000. അതായത് 4ാമത്തെ വർഷമാണ് April 1, 2019 എന്ന് പറയുന്നത്. ബ്രോഡ് ഫോർവേഡ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് കിട്ടി ബൈ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് 25,22,000ൻ്റെ 5%, 1,26,100. കൂടാതെ ആ വർഷം നമ്മൾ സെറ്റപ്പ് ഔട്ട് ചെയ്തു സർപ്ലസിൽ നിന്ന് ബൈ സർപ്ലസ് അക്കൗണ്ട് 8 lakh. ഇനി ആ വർഷം എന്ത് ചെയ്തു? ഡിബഞ്ചർ മുഴുവൻ റിഡീം ചെയ്തു. അതായത് 34,48,100 ഡിബഞ്ചർ റിഡീം ചെയ്തു. ആ വർഷം റിഡീം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാലൻസ് ഉള്ളത് നമ്മൾ സിംഗിങ് ഫണ്ടിലേക്ക് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ഈ ടോട്ടൽ അല്ലേ, 25,22,000 പ്ലസ് 1,26,100 പ്ലസ് 8 lakh, അതായത് 34,48,100. അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ആയിട്ട് ജനറൽ റിസർവ്. അപ്പോൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്തായി? സിംഗിങ് ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ടാലി ആയിപ്പോയി അല്ലേ. അവിടെ ഇനി ആർക്കും കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. അപ്പോൾ അത് ടാലിയായി.
ഇനി ഡിബഞ്ചർ അക്കൗണ്ട് 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. 6% ഡിബഞ്ചർ അക്കൗണ്ടിൽ April 1, 2014 എന്താ സംഭവിക്കുന്നത്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു അല്ലെ? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ഡിബഞ്ചേഴ്സ് 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ എൻട്രി ഇട്ടു. അപ്പോൾ അതിൻ്റെ ഡിബഞ്ചർ അക്കൗണ്ടിൽ എൻട്രി എന്താ വരിക? പോസ്റ്റിംഗ് വരിക ബൈ ബാങ്ക് അക്കൗണ്ട് 34,48,100. വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല, വേറെ റിഡംഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ 34,48,100. അത് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 34,48,100. വീണ്ടും ട്രാൻസാക്ഷൻ ഒന്നുമില്ല, അത് ക്യാരി ഡൗൺ ചെയ്തു. അടുത്ത വർഷം മൂന്നാമത്തെ വർഷം ബ്രോട്ട് ഡൗൺ ചെയ്തു, വീണ്ടും ക്ലോസ് ചെയ്തു, ക്യാരി ഡൗൺ ചെയ്തു. അടുത്ത ലാസ്റ്റ് ഇയർ നാലാമത്തെ വർഷം റിഡീം ചെയ്യണം. അപ്പോൾ ബാലൻസ് ആദ്യം ബ്രോട്ട് ഡൗൺ ചെയ്തു. റിഡീം ചെയ്യുമ്പോൾ എന്താ? നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ് അല്ലേ? എങ്ങനെ എൻട്രി? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്യണം? ടു ബാങ്ക്. എത്ര കൊടുക്കുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന്? 34,48,100. അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ബാലൻസ് വല്ലതും ഉണ്ടോ? ഇല്ല, രണ്ടും ടാലി ആയിപ്പോയി. അതായത് ഡിബഞ്ചർ ഇപ്പോൾ തീർന്നു. ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തു. നമ്മൾ അവിടെ ഇല്ല, എല്ലാം റിഡീം ചെയ്തു. ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ബാങ്കിൽ നിന്ന് അല്ലേ? അപ്പോൾ എൻട്രി എന്താ? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു, ബാങ്കിൽ നിന്ന് പോയി. അപ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഴുതുക. എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? 8 lakh. ആ വർഷം 8 lakh ഇൻവെസ്റ്റ് ചെയ്തു. ആ വർഷം വേറൊന്നും നടന്നില്ല. അപ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അത് നമ്മൾ അടുത്ത വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് ബ്രോട്ട് ഡൗൺ ചെയ്തു അല്ലേ? ബ്രോട്ട് ഫോർവേഡ് ചെയ്തു. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 8 lakh. കൂടാതെ ആ വർഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8 lakh മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ. ആദ്യത്തെ വർഷത്തെ 8 lakhന് നമുക്കൊരു 5% ഇൻട്രസ്റ്റ് കിട്ടിയായിരുന്നു. അതും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? ആദ്യത്തെ വർഷം ഒരു 8 lakh ഉണ്ടായിരുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 5% ഇൻട്രസ്റ്റ് കിട്ടി. അതും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എൻട്രി ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 40,000. അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ ആ വർഷം ഇൻവെസ്റ്റ് ചെയ്തത് ടു ബാങ്ക് അക്കൗണ്ട് 8 lakh. ബാലൻസ് എത്രയുണ്ട്? ടോട്ടൽ 16,40,000. അത് അടുത്ത വർഷം ബ്രോട്ട് ഫോർവേഡ് ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളിവിടെ കാണിച്ചു 82,000. അതും ഇൻവെസ്റ്റ് ചെയ്തു. ആ വർഷം വീണ്ടും നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പുതിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു 8 lakh. ടോട്ടൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,22,000 ആയി. അത് ലാസ്റ്റ് ഇയർ ബ്രോട്ട് ഫോർവേഡ് ചെയ്തു. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 25,22,000. ഇനി ഈ ലാസ്റ്റ് ഇയറിൽ എന്താണ് സംഭവിച്ചത്? നാലാമത്തെ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. എത്ര? 25,22,000 5% ഇൻട്രസ്റ്റ് കിട്ടി. മാത്രമല്ല നമ്മൾ ആ വർഷമാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം, കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വിറ്റ് കളയണം അല്ലേ? വിറ്റിട്ട് കിട്ടുന്ന പൈസയാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഡിബഞ്ചർ റിഡീം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രയുണ്ട് ഇപ്പോൾ ടോട്ടൽ? 25,22,000 പ്ലസ് 1,26,100 ഉണ്ട്. അതായത് 26,48,100. അത് നമ്മൾ സെല് ചെയ്തു. സെല് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പോസ്റ്റിംഗ് വരും? ബൈ ബാങ്ക് 26,48,100. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 34,48,100 അല്ലേ വേണ്ടത്, ഇവിടെ 26,48,100 അല്ലേ ഉള്ളൂ. ലാസ്റ്റ് ഇയറിൽ നമ്മൾ സിങ്കിങ് ഫണ്ടിൽ ഒരു 8 lakh സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് ലാസ്റ്റ് ഇയർ സർപ്ലസിൽ നിന്ന് സെറ്റപ്പ് ആയിട്ട് ചെയ്ത 8 lakh കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന എമൗണ്ട്, അതായത് 34,48,100 കിട്ടും. ഇതാണ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിബഞ്ചർ റിഡംഷൻ നടത്തുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും പ്രോബ്ലം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോർമലി സിങ്കിങ് ഫണ്ട് ടേബിൾ തന്നിട്ടുണ്ടാവും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓരോ വർഷം സെറ്റപ്പ് ആയിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഫിഗർ കിട്ടും. അത് നിങ്ങൾ ഓരോ വർഷം സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ എമൗണ്ട് അതേപടി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അത് മൾട്ടിപ്പിൾസ് ഓഫ് 100 അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 100 ഇൻവെസ്റ്റ് ചെയ്യുക. സപ്പോസ് നമ്മുടെ ആദ്യത്തെ ഇല്ലസ്ട്രേഷനിൽ 18,098 ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? 18,100 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 100 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മിക്കവാറും നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടാവും.
മെസ്സേജ് ചെയ്യുക, പറഞ്ഞുതരാം.